24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള വിദ്യാലയത്തിൽ നിന്നാണെന്ന് കണ്ടെത്തി. ഈ വിദ്യാലയത്തിലെ അധികൃതർക്ക് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്ന് അറസ്റ്റിലായവർക്ക് ഇവരുമായി ബന്ധമുണ്ടോ എന്നും CBI പരിശോധിക്കുന്നുണ്ട്. ഹസാരിബാഗിലെ വിദ്യാലയത്തിൽ നിന്ന് ചോർന്ന ചോദ്യപേപ്പർ തന്നെയാണ് ബീഹാറിലെ സംഘത്തിന് ലഭിച്ചതെന്നും സ്ഥിരീകരിച്ചു. മെയ് 5 നടക്കാനിരുന്ന പരീക്ഷയുടെ 9 സെറ്റ് ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിനായി 2 ദിവസം മുമ്പാണ് SBIയുടെ ശാഖയിലെത്തിയത്. അവിടെ നിന്ന് പരീക്ഷാ കേന്ദ്രമായ ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂളിലേക്ക് 2 സെറ്റ് ചോദ്യപേപ്പറുകൾ കൊണ്ടുപോയി. എന്നാൽ സ്കൂളിൽ എത്തുമ്പോഴേക്കും സീൽ പൊട്ടിയ നിലയിലായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെയും കോർഡിനേറ്ററായിരുന്ന ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പൽ എഹ്സനുൽ ഹഖ്, വൈസ് പ്രിൻസിപ്പലും NTA നിരീക്ഷകനുമായ ഇംതിയാസ് അലം, പ്രാദേശിക പത്രപ്രവർത്തകൻ ജമാലുദ്ദീൻ എന്നിവരെ ജൂൺ 29-ന് CBI അറസ്റ്റ് ചെയ്തിരുന്നു. ബീഹാറിൽ നിന്ന് കത്തിയ നിലയിൽ കണ്ടെത്തിയ ചോദ്യപേപ്പറിൽ ഹസാരിബാഗിലെ ഒയാസിസ് സ്കൂളിലെ പേപ്പറിന്റെ അതേ കോഡ് ഉണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഇതുവരെ 11 പേരാണ് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് 3 സാധ്യതയാണെന്നാണ് CBI കാണുന്നത്. ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന SBI ശാഖയിൽ നിന്ന് ഒയാസിസ് സ്കൂളിലേക്ക് പേപ്പർ മാറ്റുന്നതിനിടെ ഒയാസിസ് സ്കൂളിൽ പേപ്പർ എത്തിയ ശേഷം എന്നീ 3 സാധ്യതകളും CBI വിശദമായി പരിശോധിക്കുന്നുണ്ട്.